ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശനെ കോടതിയുടെ കൂട്ടിലിട്ടിട്ട് കല്യാണി പൊരിച്ചു നിർത്തുകയാണ്. ആദ്യമായിട്ട് നിങ്ങളുടെ മകളുടെ മുഖം കണ്ടത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് പ്രകാശന് അതിന് ഉത്തരവില്ല. അപ്പോൾ കോടതിയും ചോദിക്കുന്നുണ്ട് അതേ ചോദ്യം തന്നെ. അപ്പം പ്രകാശൻ പറയാണ്, സാറേ മക്കളുടെ മുഖമൊക്കെ അച്ഛന്മാരൊക്കെ ദിവസവും കാണുന്നില്ല, അതങ്ങനെ പ്രത്യേക ഒരു ദിവസം ഓർത്ത് വെക്കാൻ പറ്റുമോ? അപ്പോൾ കല്യാണി തിരിച്ചു പറയുന്നുണ്ട്, പറ്റും. കാരണം ജനിച്ചതിൽ പിന്നെ നിങ്ങളെൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. അമ്മയ്ക്ക് വിഷം കൊടുത്ത് മകളെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷേ വിധി അതിനെ അനുവദിച്ചില്ല. ഞാൻ ജനിച്ചു. പ്രകാശൻ ദേഷ്യത്തോടെയാണ് കേട്ടു നിൽക്കുന്നത്. അപ്പോൾ കല്യാണി സങ്കടത്തോടെ പറയാണ്, ഇഷ്ടമില്ലാതെ ജനിച്ച മകളുടെ മുഖത്തേക്ക് പിന്നീട് ഇയാൾ നോക്കിയിട്ടില്ല. എല്ലാ അച്ഛന്മാരും മക്കളെ എടുത്ത് താലോലിക്കുമ്പോൾ, അവരുടെ കൈപിടിച്ച് സ്കൂളിലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ നോക്കി നിന്ന് കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഒരിക്കലെങ്കിലും അങ്ങനെ ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും എനിക്കതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല യുവർ ഓണർ. എൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ പേര്. പക്ഷേ അപ്പോഴും എനിക്ക് അച്ഛനില്ലായിരുന്നു യുവർ ഓണർ. സ്കൂളിൽ പോലും എന്നെ ചേർക്കാൻ കൊണ്ടുപോയത് എൻ്റെ അമ്മയാണ്. അവിടെ പോലും അച്ഛൻ്റെ സ്ഥാനത്ത് തൻ്റെ പേര് വെക്കരുതെന്ന് പറഞ്ഞിട്ടാ അമ്മയെ പറഞ്ഞു വിട്ടത്. അവിടെയും എൻ്റെ അമ്മയുടെ പേര് മാത്രമേ ഉള്ളൂ, അച്ഛൻ്റെ പേരില്ല. എന്ന് വെച്ചാൽ അച്ഛൻ ജീവിച്ചിരിക്കെ തന്നെ അച്ഛനില്ലാന്ന് പറയേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലായിരുന്നു ഞാൻ. എന്നെക്കുറിച്ചാ ഇയാൾ ഇവിടെ നിന്ന് ക്രിമിനലായ മകന് വേണ്ടി സാക്ഷി പറഞ്ഞത്. അപ്പോഴേക്കും വാദിഭാഗം വക്കീൽ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, എൻ്റെ കക്ഷി ക്രിമിനലല്ല. എൻ്റെ കക്ഷിയെ പൊതുനിരത്തിലിട്ട് മാനം കെടുത്തിയിട്ട് കോടതിക്കകത്ത് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കാനുള്ള ശ്രമമാണ് പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ് എൻ്റെ എതിർകക്ഷി ചെയ്യുന്നത്. അപ്പം ജഡ്ജി പറയുന്നുണ്ട്, അതൊക്കെ കോടതി തീരുമാനിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പറയാനുള്ള അവസരം വരുമ്പോൾ നിങ്ങൾക്ക് പറയാം. ഇവിടെ ഡിഫൻസിൻ്റെ വാദം കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും വാദിഭാഗം വക്കീലായിട്ട് അനങ്ങാതെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും കല്യാണി താങ്ക്സ് ഒക്കെ പറഞ്ഞ് ബാക്കി കണ്ടിന്യൂ ചെയ്യാണ്. അതിനുശേഷം പ്രകാശനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കുടുംബ വീടൊക്കെ വിറ്റതിന് ശേഷം നിങ്ങളുടെ മൂത്ത മകൾക്കും ഭർത്താവിനും ഒപ്പമായിരുന്നില്ലേ താമസം? അതെ. കോടതിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രകാശൻ പറയാണ്, അവിടെ നിന്ന് മാറിയതാണോ അതോ ആട്ടി പുറത്താക്കിയതാണോ? പ്രകാശൻ ഒന്നും പറയാതെ നിൽക്കുന്നുണ്ടപ്പം കല്യാണി പറയുന്നുണ്ട്, നിങ്ങളുടെ മകളും മരുമകനും ഇവിടെയുണ്ട്, അതുകൊണ്ട് സത്യം പറയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ പ്രകാശൻ കോടതിയെ നോക്കിക്കൊണ്ട് പറയാണ്, സാറേ ഒരു വീടാവുമ്പോൾ ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാവും, അങ്ങനെ ഉടക്കി പിരിയേണ്ടി വന്നതാ. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, അതായത് മൂത്ത മകൾ ഇറക്കി വിട്ടതാണെന്ന് അർത്ഥം. നിങ്ങൾക്ക് 3 മക്കളാണ്, ആ മക്കൾക്ക് ഒരമ്മയുണ്ട്, ആ അമ്മ ഇപ്പോൾ എവിടെയാ? അപ്പോൾ കല്യാണിയെ പ്രതികാരത്തോടു കൂടി നോക്കുകയാണ് പ്രകാശൻ. അപ്പോൾ കല്യാണി വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ കുട്ടികളുടെ അമ്മ എവിടെയാണെന്നാണ് ഇപ്പോൾ എൻ്റെ ചോദ്യം. അപ്പോൾ പ്രകാശൻ കോടതിയോട് പറയുന്നുണ്ട്, ഞാൻ ഇതിനുള്ള ഉത്തരം നേരത്തെ പറഞ്ഞതാണ് മാഡം. അവൾ സുഖാന്വേഷിച്ച് നടക്കുന്നൊരു സ്ത്രീയാ. എൻ്റെ 2ാമത്തെ മകൾക്കും ഭർത്താവിനും ഒപ്പം കഴിയാൻ വേണ്ടി സുഖാന്വേഷിച്ച് പോയതാ അവർ. ഇപ്പം എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ കല്യാണി പരിഹാസത്തോടെ ചോദിക്കുകയാണ്, നിങ്ങൾക്കതിന് 2ാമതൊരു മകളില്ലല്ലോ, ഉണ്ടോ? അതിനുശേഷം കല്യാണി കോടതിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയാണ്, യുവർ ഓണർ, എൻ്റെ അമ്മ ഇവിടെ വന്നിട്ടില്ലെന്ന്. പക്ഷേ ആ അമ്മ അനുഭവിച്ചു തീർത്ത യാതനകൾ സമാനതകളില്ലാത്തതാണ്. ആ അമ്മ എന്നും കരഞ്ഞത് ജനിച്ചപ്പോൾ തന്നെ പിണ്ടം വെച്ച കല്യാണി എന്ന ആ മകളെക്കുറിച്ച് ഓർത്താണ്. ആ മകൾ എങ്ങനെ ജീവിക്കുമെന്നോർത്താണ്. കല്യാണി വികാരത്തോടെയാണ് സംസാരിക്കുന്നത്. അതിനുശേഷം പ്രകാശനോട് പൊയ്ക്കോളാൻ കോടതി പറയാണ്. അതിനുശേഷം കല്യാണി പറയുന്നുണ്ട്, യുവർ ഓണർ, ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സാക്ഷിയെ കൂടി വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കോടതി അനുവാദം കൊടുക്കുന്നത് പ്രകാരം സോണിയാണ് വിളിച്ചു വരുത്തുന്നത്. സോണി വന്നതിന് ശേഷം കല്യാണി പറയുന്നുണ്ട്, ഞാൻ പൊതുനിരത്തിൽ വെച്ച് വിക്രത്തിനെ തല്ലി എന്നുള്ളതാണ് എനിക്കെതിരെയുള്ള കേസ്. എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പ്രൊസീഡ്. സോണിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് കല്യാണി ചോദിക്കുകയാണ്, വിക്രം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നിങ്ങൾക്കറിയുമോ? അറിയാം, അയാൾ എൻ്റെ ഭർത്താവായിരുന്നു. ഇപ്പോൾ ബന്ധം പിരിഞ്ഞിട്ട് 1 വർഷമായി. അപ്പോൾ കല്യാണി ചോദിക്കുക, എന്തിനാണ് ബന്ധം പിരിഞ്ഞത്? ചിത്രകലയോട് താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാൻ. അങ്ങനെയുള്ള എന്നെ വലിയൊരു ചിത്രകാരനാണെന്ന് പറഞ്ഞാണ് സ്വാധീനിച്ചത്. അതിനുശേഷം വിവാഹത്തിന് മുമ്പ് തന്നെ എന്നെ ചീത്തപ്പേര് കേൾപ്പിച്ചു. എന്ന് വെച്ചാൽ കല്യാണി കോടതിക്ക് ബോധ്യമാവുന്ന രീതി ചോദിക്കുകയാണ്. അപ്പം സോണി പറയാണ്, എന്നെ ചതിയിലൂടെ സ്വാധീനിച്ച് ഞാൻ പ്രഗ്നൻ്റായി. അതിനുശേഷമാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കള്ളമായിരുന്നു. അവസാനം അയാളൊരു ചിത്രകാരനല്ലെന്നറിഞ്ഞപ്പോൾ, അയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നറിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും അയാളുടെ അച്ഛനെയും അമ്മൂമ്മയും പുറത്താക്കേണ്ടി വന്നു. അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട്, സോണിക്കൊരു പെൺകുഞ്ഞില്ലേ, അപ്പോൾ അയാളോട് ക്ഷമിക്കാമായിരുന്നല്ലോ. അപ്പം സോണി സങ്കടത്തോടെ പറയാണ്, ആ കുഞ്ഞ് അയാളുടേതാണെന്ന് അയാൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ കുഞ്ഞിൻ്റെ അച്ഛൻ മറ്റു പലരുമാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു, മറ്റു പലരോടും. അങ്ങനെ ഒരാളെ എന്തിനാ ഭർത്താവെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നേ? സോണി സങ്കടത്തോടെ ചോദിക്കുകയാണ്. അപ്പം കല്യാണി ചോദിക്കുന്നുണ്ട്, പിന്നീട് ആൽബർട്ട് എന്ന പേരുള്ള ഒരാളെ സോണി വിവാഹം കഴിച്ചു കുറച്ച് ദിവസം മുൻപ്. ആ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി സോണിയുടെ മുൻ ഭർത്താവ് വിവാഹം നടത്താൻ എന്ന പയ്യനെ സ്വാധീനിച്ചിട്ടുണ്ടോ?
അപ്പോൾ സോണി പറയുന്നുണ്ട്, ഉണ്ട്. ആദ്യം ഒരു വിവാഹാലോചന വന്നപ്പോൾ ഞാനൊരു പ്രേമരോഗിയാണെന്നും ഏത് പുരുഷന്മാരുടെ പിന്നാലെ നടക്കുന്നവളാണെന്നും എൻ്റെ ചാരുമോൾ വിക്രത്തിൻ്റെ കുട്ടിയല്ല എന്നും പെണ്ണ് കാണാൻ വന്നവരെ അറിയിച്ചു. ആ ബന്ധം മുടങ്ങിയതിന് ശേഷമാണ് ആൽബർട്ട് എന്ന പേരുള്ള എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൻ എന്നെ പെണ്ണ് കാണാൻ വന്നത്. അവിടെയും ആൽബിയേട്ടൻ്റെയും പപ്പയുടെയും അരികിലേക്ക് വിക്രം അയാളുടെ അച്ഛനെയും കൂട്ടിപ്പോയി. ഈ ബന്ധം മുടക്കാൻ വേണ്ടി പറയാൻ പറ്റുന്നതെല്ലാം പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിനെ അടുത്തറിയാവുന്നത് കൊണ്ട് അവരതൊന്നും ചെവിക്കൊണ്ടില്ല. അങ്ങനെയാണ് ഈ വിവാഹം നടന്നത്. ഒക്കെ കോടതി നോട്ട് ചെയ്യാണ്. അപ്പോൾ കല്യാണി അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുശേഷം 2 ദിവസങ്ങൾക്ക് മുമ്പ് സോണിയുടെ വീട്ടിലൊരു മോഷണം നടന്നില്ലേ? നടന്നു. അന്ന് എന്താണ് സംഭവിച്ചത്? അപ്പോൾ സോണി അന്നത്തെ ദിവസം വീണ്ടും ഓർക്കുകയാണ്. അപ്പം കല്യാണി ചോദിക്കുന്നുണ്ട്, അന്ന് ആൽബിയെ അടിച്ചു വീഴ്ത്തിയവരിൽ ആരെയെങ്കിലും സോണിക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ സോണി വിക്രത്തിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ശേഷം കോടതിക്ക് നേരെയായിട്ട് പറയാണ്, അവർ മുഖംമൂടി ധരിച്ചാണ് വന്നത്. പക്ഷേ അതിൽ ഒരാൾക്ക് വിക്രത്തിൻ്റെ സാമ്യം ഉണ്ടായിരുന്നു. വിക്രം പ്രകാശൻ ഇങ്ങനെ പേടിയോടുകൂടി നിൽക്കുകയാണ്, പരിഭ്രാന്തരായിട്ട്. അപ്പോൾ സോണി കോടതിയോട് പറയുന്നുണ്ട്, അവൻ്റെ അതേ ഷേപ്പുള്ള ഒരാളാണ് ആൽബിയേട്ടനെ അടിച്ചത്. അപ്പോൾ പ്രകാശൻ വിക്രത്തിനോട് കണ്ണുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ ആണോ എന്ന്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഏയ് ഞാനല്ല. ഇതൊക്കെ അവർ പരസ്പരം മൗനമായിട്ട് തന്നെ പറയാണ്. അപ്പോഴേക്കും വാദിഭാഗം വക്കീൽ എഴുന്നേറ്റ് എന്ന് പറയാണ്, യുവർ ഓണർ, ഇതൊക്കെ വളരെയധികം വിചിത്രമായിരിക്കുന്നു. മുഖംമൂടി ധരിച്ചു വന്നയാളുടെ മുഖം കണ്ടിട്ടില്ല അത്രേ. എന്നിട്ടാണ് അയാളുടെ തൂക്കവും ഭാരവുമെല്ലാം എൻ്റെ കക്ഷിയോട് സാമ്യമുണ്ടെന്ന്. കോടതിയുടെ വാദം പോലും കണ്ടിട്ടില്ലാത്ത എൻ്റെ എതിർകക്ഷി അവരുടെ ബന്ധുവിനെ കൊണ്ടിവിടെ പറഞ്ഞുണ്ടാക്കുകയാണ്, പടച്ചുണ്ടാക്കുകയാണ്. സാഹചര്യ തെളിവുകളില്ല, സാക്ഷികളില്ല. എന്നാൽ എൻ്റെ കക്ഷിയെ തല്ലിയതിന് വ്യക്തമായ തെളിവുകളുണ്ട്. അത് നേരിൽ കണ്ട ശുഭ എന്ന പെൺകുട്ടി അതിവിടെ വന്ന് പറയുകയും ചെയ്തു. അപ്പോൾ കോടതി വക്കീലിനോട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് അവസരം തരാം വക്കീലേ, ഇത് പ്രതിഭാഗത്തിൻ്റെ സമയമാണ്, അവർ പറയാനുള്ളത് പറയട്ടെ. അപ്പോഴേക്കും വക്കീൽ വീണ്ടും പോയിട്ട് സീറ്റിലിരിക്കുകയാണ്. അപ്പം കല്യാണി സോണിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, സോണിക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ സോണി കോടതിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയാണ്, ഇവിടെ വിക്രത്തെയും അയാളുടെ അച്ഛനെയും കുറിച്ച് കേട്ടതെല്ലാം ശരിയാണ് യുവർ ഓണർ. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നപ്പോൾ പോലും ഞങ്ങൾ എൻ്റെ ഭർത്താവായ വിക്രത്തിൻ്റെ അച്ഛനെയും അമ്മൂമ്മയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചു. ആ കുഞ്ഞൊരാൺകുഞ്ഞാണെന്ന്. അവരന്ന് കാത്തിരുന്നത് ഒരാൺകുഞ്ഞ് ജനിക്കുന്നത് കാണാനാ. മറിച്ച് നേരത്തെ അതൊരു പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതിനെ എൻ്റെ വയറ്റിൽ വെച്ച് തന്നെ നശിപ്പിച്ചേനെ. എൻ്റെ ഡെലിവറി നടന്നതിന് ശേഷമാണ് അതൊരു പെൺകുഞ്ഞാണെന്ന് അവരറിഞ്ഞത്. അതെൻ്റെയും കുഞ്ഞിൻ്റെയും ഭാഗ്യം. വിക്രം പ്രകാശനും ഏറെക്കുറെ പെട്ട അവസ്ഥയിലായിട്ടാണുള്ളത്. അപ്പോഴേക്കും കല്യാണി സോണിയോട് പറയുന്നുണ്ട്, സോണിക്ക് പോവാം. അതിനുശേഷം കല്യാണി കോടതിയോട് പറയുന്നുണ്ട്, ഇവിടെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഒരു വാദം ഉണ്ടായല്ലോ യുവർ ഓണർ. അതായത് സോണിയുടെ ഭർത്താവായ ആൽബർട്ടിൻ്റെ തലക്കടിച്ചത് വിക്രമല്ല എന്ന രീതിയിലൊക്കെ ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചല്ലോ. എന്നാൽ അത് തെളിയിക്കാൻ പാകത്തിന് ചില സംഭവങ്ങൾ ഞാനിവിടെ വ്യക്തമാക്കാം. മാസങ്ങൾക്ക് മുമ്പ് ഇതേ കോടതിയിൽ ഒരു കേസ് വന്നിരുന്നു. അന്ന് ആ കേസിന് ഞാൻ സാക്ഷിയായിരുന്നു. പ്രതിയാക്കപ്പെട്ടത് വിക്രം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനും. നടു റോട്ടിൽ വെച്ച് ബൈക്കിൽ വന്ന് വിക്രം ഒരു വീട്ടമ്മയുടെ മാല പൊട്ടിച്ചെടുത്തു. എന്നിട്ട് ആ വീട്ടമ്മയെ റോഡിൽ തള്ളിയിട്ടു. എന്നിട്ട് മാല മോഷ്ടിച്ച് പാഞ്ഞുപോയ അവരെ പിന്തുടർന്ന് പിടിച്ചത് ഞാനാണ്. പിടിക്കപ്പെട്ട സമയത്ത് വിക്രത്തിൻ്റെ കൂട്ടുകാരനോട് രക്ഷപ്പെട്ടു. വിക്രത്തെ എൻ്റെ കയ്യിൽ കിട്ടി. അന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ഈ പറയപ്പെടുന്ന വിക്രത്തെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എത്തിച്ചത് ഞാനാണ്. പിന്നീട് അവർ റിമാൻഡിലാവുകയും ചെയ്തു. അപ്പോഴേക്കും വാദിഭാഗം വക്കീൽ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, യുവർ ഓണർ, അന്നത്തെ ആ സംഭവത്തിൽ മാല നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ദേവകി അമ്മ അങ്ങനെ ഒരു കേസില്ല, വിക്രമല്ല എന്ന് പറഞ്ഞ് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് കോടതി എൻ്റെ കക്ഷിയെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. അപ്പോഴേക്കും കല്യാണി അയാളോട് തന്നെ പറയുന്നുണ്ട്, എന്നാൽ അവൻ നിരപരാധിയല്ല, അയാൾ കൊടും കുറ്റവാളിയാണ്. കല്യാണി കോടതിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയാണ്. അപ്പം വക്കീൽ പറയുന്നുണ്ട്, വ്യക്തമായ തെളിവില്ലാതെ കോടതിക്കൊരാളെ കുറ്റവാളി എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? കല്യാണി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി വക്കീലിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വക്കീൽ പരിഹാസത്തോടെ പറയുന്നുണ്ട്, കേവലം 3ാം ക്ലാസ് വരെ പഠിച്ച, ഇന്നലെ മുതൽ സംസാരിക്കാൻ തുടങ്ങിയ, കോടതി കാണാത്തൊരു പെൺകുട്ടിയുടെ കോമാളിത്തരമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്ക് കല്യാണി കോടതിയോട് പറയാണ്, പറഞ്ഞത് ശരിയാണ് യുവർ ഓണർ, ഞാൻ 3ാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ കാരണവും ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ പിന്നീട് ഈ കോടതിയിൽ എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന എൻ്റെ ഭർത്താവ്, എൻ്റെ കിരണേട്ടൻ എന്നെ പഠിപ്പിച്ചു. അതിനുശേഷം ഈ കേസിൽ ഞാൻ പ്രതിയായതുകൊണ്ട് ഈ കേസ് എനിക്ക് തന്നെ വാദിക്കണമെന്ന് തോന്നിയപ്പോൾ ഞങ്ങളുടെ കമ്പനി വക്കീലായ സോമനാഥൻ സാർ എനിക്ക് വേണ്ട പാഠങ്ങൾ പഠിപ്പിച്ചു തന്നു. പിന്നെ ജന്മന കള്ളന്മാരെ കണ്ടെത്താൻ എനിക്കൊരു പ്രത്യേക കഴിവുള്ളതുകൊണ്ട് കോടതിയിൽ എനിക്ക് ചിലത് തെളിയിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തന്നെ എൻ്റെ കേസ് വാദിക്കാനെത്തിയത്. എന്തുകൊണ്ട് ഞാൻ വിക്രത്തെ തല്ലി? അയാൾ പറയുന്നതാണോ അതോ ഞാൻ പറയുന്നതാണോ സത്യം? ഞാൻ പറഞ്ഞതിന് തെളിവുകളുണ്ടോ? ഇതൊക്കെയാണ് ഇവിടുത്തെ ചോദ്യം. അത് തെളിയിക്കാനായി എനിക്ക് 2 സാക്ഷികളെ കൂടെ വിസ്തരിക്കേണ്ടതുണ്ട്. കോടതി അനുവാദം കൊടുക്കുന്നത് പ്രകാരം ശരണ്യയും അവളുടെ ഭർത്താവ് മനോജിനെയാണ് കോടതിയിലേക്ക് അടുത്തതായിട്ട് വിളിപ്പിക്കുന്നത്.
മനോജിനെ വീൽചെയറിൽ ഉരുട്ടിക്കൊണ്ട് ശരണ്യയാണ് വന്നുകൊണ്ടിരുന്നത്. ശരണ്യെ കണ്ടപ്പോൾ പ്രകാശനും വിക്രം ഒരുപോലെ പകച്ചു പോവുകയാണ്. കാരണം മനോജിൻ്റെ ഭാര്യയാണ് ശരണ്യ എന്നുള്ള ആ ഒരു അറിവ് കൂടി അവർക്ക് പുതിയതായിരുന്നു. മനോജ് കൂടിന് പുറത്തും ശരണ്യ കൂടിനകത്തേക്കും കയറുകയാണ്. അപ്പം കോടതിക്കായിട്ട് കല്യാണി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ നിൽക്കുന്നത് വിക്രത്തിൻ്റെ ഭാര്യയാണ് യുവർ ഓണർ. ഒരു പെൺകുട്ടിയായ ഞാൻ പൊതുനിരത്തിൽ വെച്ച് ഇത്രയും മോശമായ രീതിയിൽ വിക്രത്തിനോട് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചതിന് കാരണം എന്താണെന്ന് ശരണ്യെ കൂടി കേട്ടുകഴിഞ്ഞാൽ കോടതിക്ക് ബോധ്യമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. 2024 ജനുവരി 10 അന്ന് 3 ചെറുപ്പക്കാർ മുഖംമൂടി ധരിച്ച് ശരണ്യയും അവളുടെ ഭർത്താവായ മനോജും താമസിക്കുന്ന വാടക വീട്ടിലേക്ക് ഇരുട്ടിൻ്റെ മറവിൽ കടന്നു ചെന്നു. മോഷണമായിരുന്നു ഉദ്ദേശം. അതോടെ കേട്ടപ്പോഴേക്കും വിക്രം തലതാഴ്ത്തുകയാണ്. പ്രകാശനാണ് വിക്രത്തിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം കല്യാണി ശരണ്യക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് വിവരിക്കാമോ? അന്ന് രാത്രി സംഭവിച്ച ആ കാര്യങ്ങൾ അത്രയും ശരണ്യ കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. ശരണ്യ പറയുന്ന ഓരോ കാര്യങ്ങളും കോടതി നോട്ട് ചെയ്തതിന് ശേഷം കല്യാണി പറയുന്നുണ്ട്, അന്ന് അരയ്ക്ക് താഴെ തളർന്നുപോയ മനുഷ്യനാണ് ഇപ്പോൾ ഈ കോടതിക്ക് മുൻപാകെ ഇരിക്കുന്നത്. പ്രകാശം പേടിയോടുകൂടിയാണ് വിക്രത്തിനെ നോക്കുന്നത്. സംഭവം ഉള്ളത് തന്നെ ആയിരിക്കുമോ എന്നൊരു ധാരണയിൽ. അല്ലാതെ ശരണ്യക്ക് വിക്രത്തിനോട് ഇത്രയധികം ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ശരണ്യ സങ്കടത്തോടു കൂടി ഭർത്താവിനെ നോക്കുകയാണ്. അപ്പോൾ കല്യാണി കോടതിയോട് പറയുന്നുണ്ട്, അന്ന് രാത്രി ശരണ്യയുടെ ഭർത്താവായ മനോജിനെ ഇരുട്ടിൻ്റെ മറവിൽ വന്ന് തലക്കടിച്ചിട്ട് പോയ ആ മുഖംമൂടിധാരിയെ ശരണ്യ വെറുതെ വിട്ടില്ല. ഭർത്താവ് തലപൊട്ടി ചോരയിൽ കിടന്ന് പിടയുമ്പോഴും അത്യാവശ്യം കളരിപ്പയറ്റും കരാട്ടയും അറിയുമായിരുന്ന ശരണ്യ അവനെ കീഴ്പ്പെടുത്തി. അവൻ്റെ മുഖം തിരിച്ചറിയണമെന്ന് ആ നിമിഷത്തിൽ പോലും ശരണ്യ ആഗ്രഹിച്ചു. അത് നടക്കുകയും ചെയ്തു. അന്ന് മനോജിനെ അടിച്ചു വീഴ്ത്തിയത് മറ്റാരുമല്ല, ഞാൻ തല്ലിയെന്നും പറഞ്ഞ് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്ത ആ വിക്രം തന്നെയാ. വിക്രം ശരിക്കും ഷോക്കായി പോവുകയാണ്. എല്ലാ കള്ളത്തരങ്ങളും പുറത്തേക്ക് വന്നതിൻ്റെ ആ ഒരു ഷോക്ക്. പ്രകാശനാണെങ്കിൽ നടുങ്ങി തരിച്ചാണ് ഇരിക്കുന്നത്. അതേസമയം കാദംബരിയും അതുപോലെ തന്നെ രതീഷും കിരണും സോണിയും ഒക്കെ ഒരുതരം നികൃഷ്ടജീവിയെ പോലെയാണ് വിക്രത്തിനെ നോക്കുന്നത്. അത്രയും വെറുപ്പോടെ. കേട്ടത് വിശ്വസിക്കാനാവാതെ പ്രകാശം വിക്രത്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചോദിക്കുന്നുണ്ട്, ഡാ എന്തായി കേൾക്കുന്നേ? നീ അങ്ങനെ ചെയ്തായിരുന്നോ? പ്രകാശന് തന്നെ നിലതെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വാദിഭാഗം വക്കീൽ എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുകയാണ്, യുവർ ഓണർ, വിക്രത്തെ കല്യാണി എന്ന പ്രതി എന്തിന് തല്ലി? അതാണ് കോടതിക്ക് മുൻപാകെ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇതുവരെ കോടതിയിലേക്ക് വരാത്തൊരു കേസിലേക്കാണ് എൻ്റെ എതിർകക്ഷി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കല്യാണി കോടതിയോട് പറയാണ്, ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് സമനില തെറ്റുന്ന ചില അവസരങ്ങളുണ്ട് യുവർ ഓണർ. ആ അവസ്ഥയിലേക്ക് അവളെ നയിച്ച കാരണങ്ങൾ വെളിപ്പെടുത്തിയെങ്കിലേ എൻ്റെ നിരപരാധിത്വം ഈ കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ എനിക്ക് സാധിക്കൂ. കോടതി അംഗീകരിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കേസിലെ സാക്ഷിയെ എനിക്ക് വിസ്തരിക്കേണ്ടി വന്നത്. അധികം പഠിപ്പില്ലാത്ത, കോടതിയിലെ നിയമങ്ങളും വകുപ്പുകളും അറിയാത്തവൾ. അതുകൊണ്ട് തന്നെയാ ഈ കേസിന് വേണ്ടി കമ്പനി വക്കീലിൻ്റെ സഹായങ്ങൾ തേടിയത്. രാത്രി പകലാക്കി കേസ് പഠിച്ചത്. എന്നെപ്പോലെ എൻ്റെ ആങ്ങളെ തിരിച്ചറിഞ്ഞ വേറൊരാളില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ കേസ് ഒരു വക്കീലിനെ വെച്ച് വാദിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ ഏറ്റെടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാ വിക്രത്തിനെതിരെ ഞാൻ സോണിയെ കൊണ്ട് കൗണ്ടർ കേസ് കൊടുപ്പിച്ചത്. അപ്പോൾ കോടതി തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഈ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്നയാൾ ഇപ്പോൾ കൗണ്ടർ കേസിലുള്ള പ്രതിയുടെ വൈഫല്ലേ? അതെ യുവർ ഓണർ. ഇന്നുവരെ ആരും ചെയ്യാത്ത, ഏതൊരു പെൺകുട്ടിയും ചെയ്യാൻ മടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സ്വന്തം ഭർത്താവിന് വേണ്ടി ശരണ്യ ചെയ്തത്. നിയമത്തിൻ്റെ വഴിയെ പോകാതെ തൻ്റെ എല്ലാമായ ഭർത്താവിന് വേണ്ടി മനോജ് എന്ന ചെറുപ്പക്കാരൻ്റെ സമ്മതത്തോടു കൂടി തന്നെ വിക്രത്തെ ശരണ്യ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. അയാളുടെ ഭാര്യയാവാനല്ല, മറിച്ച് ഭാര്യ ആവാതെ നിന്നുകൊണ്ട് സ്വന്തം ഭർത്താവിനെ തളർത്തിക്കിടത്തിയ ആ ക്രിമിനലിനെ, ആ മോഷ്ടാവിനെ, അവനെ വളർത്തി വഷളാക്കി അവൻ്റെ അച്ഛനെ, അമ്മൂമ്മയെ ജീവിതം പഠിപ്പിക്കാൻ. പ്രകാശനും വിക്രവും തലതാഴ്ത്തി നിൽക്കുകയാണ്. വിക്രത്തിനാണ് നല്ല പേടിയുണ്ട്. ആൺമക്കളാണ് ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണെന്ന് വിശ്വസിക്കുന്ന അച്ഛനെ മര്യാദ പഠിപ്പിക്കാൻ ശരണ്യ തിരഞ്ഞെടുത്ത മാർഗമായിരുന്നു ഈ കല്യാണം. വിക്രം പ്രകാശനും ഒരുപോലെ ഷോക്കായി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.